ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വേൾഡ് വാർ 3 കംപ്ലീറ്റ്ലി സ്ക്രിപ്റ്റഡ് ആയിട്ട് നടക്കുന്ന ഒരു ഡ്രാമയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സോ ഹലോ ഗൈസ്, അപ്പോൾ ഈ ഒരു വർഷത്തിന്റെ തുടക്കം എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരുടെയും കണ്ണുകളും ചോദ്യങ്ങളും ഒറ്റ കാര്യത്തിലേക്കായിരുന്നു. എപ്സ്റ്റീൻ ഫയൽസ്, ദി ഫയൽസ് ഓഫ് ജെഫ്രിൻ എപ്സ്റ്റീൻ. പുള്ളിക്കാരന്റെ ഐലൻഡിനെ കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയുമല്ലോ. പണം കൊണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാണ്ടിരിക്കുന്ന ഒരു ഭ്രാന്തനായിരുന്നു ജെഫ്രിൻ എപ്സ്റ്റീൻ. പല VIP അതോറിറ്റീസിന്റെ എല്ലാം പേരുകൾ ഉൾപ്പെടെ നരേന്ദ്രമോദിയുടെ അടക്കം പേരുകൾ ഉൾപ്പെട്ട ജെഫ്രിൻ എപ്സ്റ്റീൻ ഫയൽസ്. അതിനുശേഷം വന്നു നോക്കുകയാണെങ്കിൽ ജെഫ്രിൻ എപ്സ്റ്റീൻ മരണപ്പെട്ടതായിട്ടായിരുന്നു പുറം ലോകം അറിഞ്ഞത്. ഇനി അങ്ങനെ മരണപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ പറയുകയാണെങ്കിലോ, അത്രയും പണം കൊണ്ടുള്ള ഒരു ഭ്രാന്തന് ഒരു ഐലൻഡ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് എന്താണ് ഉറപ്പ്? വേറെ ഒരു ഐലൻഡിലേക്ക് പുള്ളിക്കാരനെ ട്രാൻസ്പോർട്ട് ചെയ്തതാണെങ്കിലോ? ഇനി ഇതെല്ലാം മൂടി മറയ്ക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി സ്ക്രിപ്റ്റഡ് ആക്കിയിട്ട് നടത്തിയ ഒരു കാര്യമാണെങ്കിലോ ഈ ഒരു വേൾഡ് വാർ 3. ഇതെന്റെ തോന്നലുകൾ മാത്രമായിരിക്കാം. ചിലപ്പോൾ ഇലുമിനാട്ടീസ് എന്നിങ്ങനെ കോൺസ്പിറസി തിയറീസിൽ വരുന്ന തോന്നലുകൾ അല്ലാതെയും ഇരിക്കാം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതേപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ഫോളോ അടിച്ച് കൂടെ കൂടിക്കോ. ടിൽ ദെൻ സ്റ്റേ സേഫ്, റൈറ്റ് സേഫ്.